നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളായിട്ടുള്ള നമ്മൾ 3 പുതുവർഷങ്ങളെടുക്കും. ഒന്ന് ജനുവരി മുതൽ പുതുവർഷം ആചരിക്കും. ജനുവരി മാസം മുതൽ നമ്മൾ പുതുവർഷമായിട്ട് എടുക്കും. അതുപോലെ ജ്യോതിഷ പുതുവർഷം മേടമാസം തൊട്ട് എടുക്കും. മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം തൊട്ടാണ്. ചിങ്ങം 1-ാം തീയതി മുതൽ കർക്കിടകം മാസം വരെ വരുന്ന ഒരു വർഷം. 1202 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് വരുന്ന കർക്കിടകം വരെ വരുന്ന ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമുക്ക് ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെ നോക്കുമ്പോൾ കർക്കിടക രാശിക്കാർക്ക് നല്ല സമയം എന്ന് ഞാൻ പറഞ്ഞു. ചിങ്ങരാശിക്കാർക്ക് അത്ര നല്ല സമയം അല്ല. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന 2.25 നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത്. ഈ രാശിക്കാർക്ക് അത്ര കണ്ട് നല്ല സമയമല്ല. കാരണം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുകയാണ്. പ്രപഞ്ചത്തിൽ തന്നെ വ്യാഴം അഷ്ടമരാശിയിൽ നിൽക്കുകയാണ്. അഷ്ടമത്തിലെ വ്യാഴം 2027 ജൂലൈയിലേ തീരുള്ളൂ. സെപ്റ്റംബർ പകുതി വരെ 27 സെപ്റ്റംബർ പകുതി വരെ നമുക്ക് ഈ പുതുവർഷം ഉണ്ട് താനും. മറ്റൊന്ന്, പ്രപഞ്ചനാഥനായ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ സൂര്യനാണെങ്കിലും പ്രപഞ്ച ഗുരുവായ വ്യാഴം, കാരണം ഓരോ ഗ്രഹങ്ങളും ഓരോ എനർജിയെയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ. ഗ്രഹങ്ങളെല്ലാം എനർജിയാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള എനർജി കൂടിയേ തീരുള്ളൂ. ഏറ്റവും നമുക്ക് ആവശ്യമുള്ള എനർജി ആണ് സൺ എനർജി. ഗ്രഹങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ യൂണിവേഴ്സൽ എനർജിയാണ് നമുക്ക് പ്രാണവായു. അപ്പോൾ പ്രാണവായു ഇല്ലാതെ ഒരു ജീവനും നിലനിൽക്കത്തില്ല. അതുപോലെ ഓരോ ഗ്രഹങ്ങൾ ഓരോ എനർജിയെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ സാമ്പത്തിക എനർജിയെ തരുന്നവനാണ് വ്യാഴം. ആ വ്യാഴമാണ് മറഞ്ഞ് നിൽക്കുകയാണ് 12ലേക്ക്. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് വ്യാഴം 12ലേക്ക് മറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു വർഷത്തെ വളരെ സൂക്ഷിക്കണം. കാരണം 12ലേക്ക് മറയുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും തടസ്സം വരും. പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട സാമ്പത്തിക നഷ്ടം. സാമ്പത്തിക ഇടപാടുകൾ ചെയ്യരുത്. എത്ര വേണ്ടപ്പെട്ടവർ വന്ന് നമുക്ക് ഇപ്പോൾ നാളെ തരാം എന്ന് പറഞ്ഞ് പൈസ വല്ലതും ചോദിച്ചാലും അത് സമയത്തിന് കിട്ടത്തില്ല. വാങ്ങിക്കൊണ്ട് പോകുന്നവരുടെ കുഴപ്പമല്ല, നമ്മളുടെ കുഴപ്പമാണ്. നമുക്ക് ദോഷമുള്ളത് കൊണ്ട് നമ്മളെ പൈസ കൈവിട്ട് പോയാൽ തിരിച്ചു വരത്തില്ല. അപ്പോൾ നമ്മളെ സമ്പത്തിനെ സംരക്ഷിക്കേണ്ട സമയമാണ് ഈ ഒരു വർഷക്കാലം. നിങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിൽ കൊണ്ട് കൈവയ്ക്കാതിരിക്കുക. നമ്മൾ ചെയ്തു പോകുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക. പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമല്ല. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യരുത്. പ്രത്യേകിച്ച് ഊഹ കച്ചവടങ്ങളിലോ അതുപോലെ പ്രവർത്തിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടും എന്ന പ്രതീക്ഷയിൽ കൊണ്ടിടും. ആ പൈസയും കിട്ടത്തില്ല, നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. അതിനൊപ്പം തന്നെ ടെൻഷനും ശാരീരിക പ്രശ്നങ്ങളും കാര്യതടസ്സവും ശത്രുഭയവും അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടാനും ഒക്കെ സഹായകരമായി തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്തിന് ഈ ദോഷഭാവത്തെ പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒന്നുമേ ഇല്ല.
50% നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കും. താൻ പാതി ദൈവം പാതി. അപ്പോൾ താൻ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ ദൈവാധീനം കൊണ്ട് നമുക്ക് ഭഗവാനെ അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ച് ഈ ദോഷത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി കൂടി പ്രയത്നിക്കണം. അതുപോലെ ഇത് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ ജാതകപ്രകാരമോ ഒക്കെ ഇപ്പം നല്ല സമയം നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിജീവിച്ച് പോവുകയും ചെയ്യും. ഇത് പറയണത് കോമൺ ആയിട്ടാണ്. പക്ഷേ എങ്കിലും ഒരു 50% അത് എഫക്റ്റ് ചെയ്യും. നല്ല സമയമാണെങ്കിൽ 50% പ്രൊട്ടക്റ്റ് ചെയ്യും, സമയം പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. നമ്മൾ ഈ ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും പലപ്പോഴും നമ്മൾ പ്രോഗ്രാം തീർന്നതിന് ശേഷമായിരിക്കും അറിയുക. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാ ചിങ്ങരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.